ഹായ് വെൽക്കം ടു സ്കിൽ ലേണിംഗ്. മാർക്കറ്റിങ്ങിൽ പലതരം കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നറിയാം. എന്നാൽ കളേഴ്സിന് എത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നറിയാമോ? Then we can learn how to use color psychology in marketing. ഡിഫറെൻറ്റ് കളേഴ്സ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആൻഡ് ഇമോഷൻസ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വേ ഉണ്ട്. അതിനെയാണ് കളർ സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ജസ്റ്റ് ഒരു കളർ ചോയ്സ് കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഡയറക്റ്റ് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുമെന്ന്? ഒരു ഓർഗനൈസേഷൻ്റെ ബ്രാൻഡ് ലോഗോ, പാക്കേജിംഗ്, ആഡ്സ് ഇതിലെല്ലാം കളർ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡിൻ്റെ കളർ ചോയ്സ് കസ്റ്റമേഴ്സിൻ്റെ ഇമോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കളർ സൈക്കോളജിയിൽ മെയിനായിട്ട് വരുന്ന കളർ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ റെഡ്, ബ്ലൂ, ഗ്രീൻ, പർപ്പിൾ ആൻഡ് ബ്ലാക്ക്. ഇവിടെ KFC, കൊക്കക്കോള തുടങ്ങിയ കമ്പനികൾ റെഡ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എമർജൻസി അല്ലെങ്കിൽ ഒരു അർജൻസി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലൂ വരുമ്പോൾ ഫേസ്ബുക്ക്, അതൊരു ട്രസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാർബക്സ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളറാണ്. ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ആണ്. ഇതുപോലെ ബാക്കിയുള്ള കളേഴ്സിനും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. എന്നാൽ മെയിൻ ഒരു കാര്യം എന്തെന്നാൽ വേൾഡ് വൈഡ് ആയിട്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള രീതിയിലായിരിക്കണം കളർ ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ മനസ്സിലായില്ലേ കളർ ഒരു സൈലന്റ് സെയിൽസ്മാനെ പോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്? സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.